ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേനും അത് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. ഇനീഷ്യലി നമുക്ക് കുറച്ച് സമയം എടുത്താലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് പേപ്പർ ഫിനിഷ് ചെയ്യാൻ പഠിക്കും. ആദ്യമൊക്കെ എക്സാംസ് എഴുതുമ്പം ഇതുപോലെ ടൈം മാനേജ്മെൻറ്റിന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഒരുപാട് എക്സാംസ് എഴുതി ഇതെങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടതെന്നും ടൈം മാനേജ് ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലായി. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം, ഫാക്കൽറ്റീസിനോട് നേരെ ചെന്ന് ചോദിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലൂടെയും എന്നെ ശരിക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഏറ്റവും സേഫായിട്ടും നല്ല റിസൾട്ട് ഉള്ളതും ബ്രില്യൻറ്റിലാന്ന് കണ്ടു. ബ്രില്യൻറ്റ് വന്നുകൊണ്ടും അത്ര എനിക്ക് നീറ്റ് കിട്ടി. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസിനൊടുവിൽ, ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സിനൊടുവിൽ അല്ലേ നിങ്ങൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് സ്റ്റെത്തൊക്കെ ഇട്ട് നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ് അല്ലേ. സോ ഇവിടെ എത്തുന്ന ഈ ഒരു സ്ട്രഗിൾസിനൊടുവിൽ ഈ വൈറ്റ് കോട്ട് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു പ്രൗഡ് മൊമെൻറ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ പേര് സാഹിബ, എൻ്റെ വീട് ആലപ്പുഴ. ഞാൻ R7 ബാച്ചിൽ പാല ബിൽ സ്റ്റഡി സെൻറ്ററിലെ സ്റ്റുഡൻ്റാണ്. നമുക്ക് എത്ര നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത് കിട്ടോ കിട്ടില്ല എന്നുള്ള ഭയങ്കര ഒരു പേടിയും ഇത് നമുക്ക് അത്രയും കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻഷനൊക്കെ കഴിഞ്ഞ അവസാനം മെഡിക്കൽ കോളേജിലോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയതും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മെയിനായിട്ട് അത്രയും ടെൻഷൻ എടുത്തെങ്കിലും നമുക്കിങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നീറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ കുറേയും കൂടെ കോഷ്യസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ചിലപ്പോൾ 1-2 തവണയൊക്കെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വായിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് നിങ്ങളുടെ ഒരു ടൈം മാനേജ്മെൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? എൻ്റെ പേര് ഗാനിയ, ഞാൻ കൊല്ലം കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻ്റ് കൊല്ലം സെൻറ്ററിലായിരുന്നു, M4 ബാച്ച്. ആദ്യമൊക്കെ എക്സാംസ് എഴുതുമ്പം ഇതുപോലെ ടൈം മാനേജ്മെൻറ്റിന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഒരുപാട് എക്സാംസ് എഴുതി ഇതെങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടതെന്നും ടൈം മാനേജ് ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലായി. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എഴുതി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു. ഞാൻ അങ്ങനെ ആ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തിരുന്നത്. സോ ഞാൻ ബേസിക്കലി എപ്പോഴും ഫസ്റ്റ് ബയോളജി തന്നെ, കാരണം 360 മാർക്സാണ് നമുക്ക് അതിനുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബയോളജി ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവലി ഫിസിക്സ് ഓർ കെമിസ്ട്രി ഡിപ്പെൻഡിങ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. എനിവേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പോവുക. പിന്നീട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ലാസ്റ്റത്തേക്ക് വെക്കുന്നതാണ് നല്ല ബെറ്റർ. കാരണം ഇഫ് 1 മിനിറ്റ് കൂടുതൽ എടുക്കുന്നത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു ലാസ്റ്റത്തേക്ക് മാറ്റുക. അതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ അങ്ങനായിരുന്നു ടൈം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നീറ്റ് എക്സാം ഹോളിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോയ സ്ട്രാറ്റജിയിൽ തന്നെയാണോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത്? ആദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നോക്കി അറ്റൻഡ് ചെയ്യായിരുന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തോ, അതോ സബ്ജക്ട് വൈസ് നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയാണോ അറ്റൻഡ് ചെയ്തത്? എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്? ഹലോ, ഞാൻ ഷസ്ഫ, എൻ്റെ വീട് പാലക്കാട്, പാലയിൽ R25 ബാച്ചിലാണ് പഠിച്ചത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ജനറൽ ബയോളജി വെച്ചിട്ടാണ്, പിന്നെ കെമിസ്ട്രി, അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്. സോ എല്ലാത്തിനും ഓരോരോ മണിക്കൂറും ബാക്കി സമയം ലെഫ്റ്റ് ഔട്ട് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ബയോളജി വിചാരിച്ച പോലെ 1 മണിക്കൂറിൽ കഴിഞ്ഞില്ല. അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കരുത്. നീറ്റിൻ്റെ പേപ്പർ സെറ്റ് ചെയ്യണത് മാനേജബിൾ ലെവലിലാണ്. ബയോളജി കുറച്ച് ടഫായി പോയാലും ഫിസിക്സും കെമിസ്ട്രിയും അവിടെ ബാലൻസിന് അവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ടെസ്റ്റ് പേപ്പേഴ്സ്, ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേനും അത് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. ഇനീഷ്യലി നമുക്ക് കുറച്ച് സമയം എടുത്താലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് പേപ്പർ ഫിനിഷ് ചെയ്യാൻ പഠിക്കും. അതാണ് എന്നെ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് തന്നെ. ഇപ്പം നീറ്റിനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാൻ എന്താ കാരണം? വൈ ബ്രില്യൻ്റ്? എൻ്റെ പേര് റിസ്വാന, വീട് എറണാകുളത്ത് തന്നെയാണ്. പാലയിൽ R25 ബാച്ചിലാണ് പഠിച്ചത്. റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഏറ്റവും സേഫായിട്ടും നല്ല റിസൾട്ട് ഉള്ളതും ബ്രില്യൻറ്റിലാന്ന് കണ്ടു. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ബ്രില്യൻറ്റ് ഓൾറെഡി ഫുൾ സെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ബ്രില്യൻ്റ് എടുത്ത് ബ്രില്യൻ്റ് ഫുള്ള് പഠിപ്പിച്ച് തന്നെ. ബ്രില്യൻ്റിലെ മൊഡ്യൂൾ ബുക്ക് ഉണ്ട്, അതിൽ 30 ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങനെയൊക്കെ ഉള്ളൂ. ആ ബുക്ക് മാത്രം ചെയ്തിട്ടും എനിക്ക് നല്ല സ്കോർ കിട്ടി. പിന്നെ വർക്ക് ബുക്കും കൂടി ചെയ്താൽ ഓൾ സെറ്റാണ്. ബ്രില്യൻ്റ് വന്നുകൊണ്ട് മാത്രം എനിക്ക് നീറ്റ് കിട്ടി. അപ്പോൾ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ്, ഇ ലേണിംഗ് ആപ്പ്, അതുപോലെ നമ്മുടെ മെറ്റീരിയൽസ്, ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെയുണ്ട്. ഇതൊക്കെ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നി, എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? എൻ്റെ പേര് ഫാത്തിമ, എൻ്റെ വീട് കാസർഗോഡാണ്. ഞാൻ S18 ബാച്ചിലായിരുന്നു.
ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പം വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലൈക്ക് ഓൺലൈൻ വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ ക്ലാസ്സിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ എൻ്റെ തലയിൽ അത് കുറേ നേരം നിൽക്കും. അപ്പം ക്ലാസ് ശ്രദ്ധിക്കുന്ന സമയത്ത് നല്ല ഫാക്കൽറ്റീസ് നല്ല രീതിയിൽ അവരുടെ കൺസെപ്റ്റ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊന്നും ഇപ്പം ഒരു സബ്ജക്റ്റ് സാറ് വന്ന് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൽ കുറേ നേരം വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പിന്നെ മെൻറ്റർഷിപ്പ് ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ടീച്ചറും ഉണ്ടായിന്, ഹോസ്റ്റലിലുള്ള മാമും ഉണ്ടായിന്. ഹോസ്റ്റലിലുള്ള മാം ഞാൻ എന്ത് പ്രശ്നം വന്നാലും മാമിൻ്റെ അടുത്ത് പറയാമായിരുന്നു. അപ്പം ലൈക്ക് എനിക്ക് അങ്ങനെ കിട്ടിയൊരു സപ്പോർട്ട് എനിക്ക് കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് അവിടുന്ന് അത്ര സപ്പോർട്ട്, അവിടെ ഇതേപോലെ മെൻറ്റർഷിപ്പും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് നല്ലോണം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഓരോ കുറവുകളും മാം വന്നിട്ട് ഇങ്ങനെ ചെയ്തോക്ക് എന്ന് പറഞ്ഞ് ലൈക്ക് അതിന് കറക്റ്റ് ടൈമിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാം നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ റെഫറൻസ് ഹാളാണ്. കാരണം ഞാൻ റൂമിലുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കിടന്നുറങ്ങും. അപ്പോൾ റെഫറൻസ് ഹാളിൽ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് മോണിറ്ററിങ്ങും ഉണ്ട്. അപ്പം അവിടെ വേണമെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് ബുക്സും എടുക്കാം ആവശ്യത്തിന്. അപ്പം അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് രീതികളെ പറ്റിയും മെൻറ്റർഷിപ്പിനെ പറ്റിയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ പേര് അന്നാസാർ എബ്രഹാം. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ പാലയിലെ R27 പഠിച്ചത്. എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് അജിത്ത് എന്നായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചെന്ന് പരാതി പറയും, എനിക്ക് ഫിസിക്സിന് മാർക്ക് കുറവാണ് സാർ, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറേ ഇത് പറയും. അപ്പോൾ സാറ് തന്നെ പറയും അങ്ങനെയൊന്നും ഇല്ല, പഠിച്ചാൽ മതി, ചെയ്താൽ മതി, പറ്റുമെന്ന്. അതുപോലെ തന്നെ സാർ എന്നെ സപ്പോർട്ട് ചെയ്തത്, സാറ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് തരുമായിരുന്നു. അപ്പം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് ഇങ്ങനെ പാടാന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം സാറാണ് എന്നെ അത് ശീലിപ്പിച്ചത്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താണ് ശീലിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. സ്റ്റഡി പാക്കേജ് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഉണ്ട്. അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നമുക്കതെല്ലാം ചെയ്താൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് പഠിച്ച് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ലേണിംഗ് ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം, ഫാക്കൽറ്റീസിനോട് നേരെ ചെന്ന് ചോദിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലൂടെയും എന്നെ ശരിക്കും ഈ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നീറ്റ് റിപ്പീറ്റർ എന്ന സ്ഥിതിക്ക് ഒരു വർഷം ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ് അല്ലേ? അപ്പോൾ തുടക്കത്തിൽ തൊട്ട് ഫോളോ ചെയ്യുന്ന കുറേ സ്റ്റഡി സ്ട്രാറ്റജീസ് ഉണ്ടാവും. അവസാന നിമിഷം നിങ്ങൾ പരീക്ഷയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഫോളോ ചെയ്ത ചില സ്ട്രാറ്റജീസ് ഉണ്ടാവും അല്ലേ? ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പേര് പാർവണ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻ്റിലെ ഓൺലൈൻ ബാച്ച് T78-ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പറയുമ്പോൾ ക്ലാസ് കണ്ടിട്ട് ആ ടോപ്പിക്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്ത് പോരാ ചെയ്യാറ്. അപ്പം ആദ്യം നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാം. അപ്പം അവസാനമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഒത്തിരി മോഡൽ എക്സാം ഏതായാലും എഴുതി കഴിഞ്ഞിട്ട് കാണും. അപ്പം നമുക്ക് തന്നെ എന്ന് വെച്ചാൽ മാർക്കൊന്നും നോക്കണ്ട, പക്ഷേ നമ്മളുടെ ആ ഫസ്റ്റ് നമ്മൾ നിന്നിരുന്ന ആ ഒരു ഇതും പിന്നെ അവസാനം വരുമ്പോൾ നമ്മളുടെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവസാനത്തുമ്പോൾ നമ്മൾ സ്പീഡും ആദ്യം ആ ഒരു സ്റ്റാർട്ടിങ് ഇതിലുള്ളതിനേക്കാളും വളരെ നല്ല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവസാനം മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തത്. അപ്പം മോഡൽ എക്സാംസ് ആ ക്വസ്റ്റ്യൻ തന്നെ റിവൈസ് ചെയ്യുക, നേരത്തെ എഴുതിയ എക്സാംസിൽ ആ ക്വസ്റ്റ്യൻ തന്നെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മിസ്റ്റേക്ക് ബുക്കൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ, തെറ്റിയ ക്വസ്റ്റ്യൻസ് അതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, ലൈക്ക് നമ്മൾ മറന്നു പോകുന്ന രീതിയിൽ മെമ്മറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ എഴുതി റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് അവസാനം ചെയ്തത്. നിങ്ങളുടെ ഇടയിലും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരേ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉറ്റ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ? അതേപോലെ ഒരു അപൂർവ നിമിഷം ദേ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സ് ദേ ഒരേ കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ വന്നപ്പോൾ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ കുറച്ച് സമയം എടുത്തിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒപ്പം കോളേജ് കിട്ടണം, നല്ല മാർക്ക് മേടിക്കണം, ഒരു അടിപൊളി കോളേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചതാണ്. പിന്നെ നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് ആയപ്പോൾ കുറേ ടീച്ചേഴ്സ് ചോദിച്ചു, ഒരു കൊല്ലമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കട്ട ഫ്രണ്ട്സ് ആയെന്ന്? എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വരും, അല്ലെങ്കിൽ പാർട്ട് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരേ സെയിം കോളേജിലാണ്, ഒപ്പം ഇരിക്കുന്നു, ഒരേ ക്ലാസ്സിന് പോകുന്നു. അപ്പോൾ പിന്നെ അതൊരു മോട്ടിവേഷനായി നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കോളേജിൽ പോകാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ മക്കളെ, കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കോറിഡോറിലൂടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നടന്ന ആൾക്കാരാണ് ഇന്ന് ഈ വൈറ്റ് കോട്ടും സ്റ്റെത്തും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ നീറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. ഒരു ടെൻഷനും വിചാരിക്കേണ്ട.
All the very best. Brilliant Study Center, India's #1 coaching center for NEET and JEE.